ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചു വീണ്ടും കണ്ണൂര് എറണാകുളം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തി 2017. കാരണം നമ്മൾ ഇതുവരെ ഇതിനിടയിൽ ഒരു റിക്വസ്റ്റ് വന്ന് നമ്മൾ മാത്സ് ആണ് ചെയ്തിരുന്നത്. ഇനി നമുക്കിതില് 15 ചോദ്യങ്ങൾ കൂടി 16 ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ അവസാനിച്ചു, ഈ ഭാഗം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചു. ഇത് കഴിഞ്ഞാൽ നമ്മൾ +2 ലെവലിന്റെ ഒരു എക്സാം ആണ് ചെയ്യുന്നത്. +2 ലെവലിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2021 നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഇവിടെ ദ സ്പീക്കർ ഡ്രീവ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ഡാഷ് ദ ബേണിംഗ് ഇഷ്യൂസ് എന്നാണ് തന്നിട്ടുള്ളത്. അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: ഇൻ ടു, ടുവാർഡ്സ്, അതുപോലെ തന്നെ ഫ്രം ടു. ചെയ്തു നോക്കൂ, നിങ്ങൾ ചെയ്തു നോക്കണം, ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ആൻസറിലേക്ക് കടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ട്രൈ ചെയ്തു. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ദ സ്പീക്കർ ഡ്രീവ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ്. ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡ്രീവ് ദ അറ്റൻഷൻ എന്നാണ്. ഡ്രീവ് ദ അറ്റൻഷൻ, അത് കഴിഞ്ഞാൽ ടു ആണ് വരിക. ഡ്രീവ് ദ അറ്റൻഷൻ കഴിഞ്ഞാൽ എന്താ വരിക? ടു ആണ് വരിക. സിമ്പിൾ ആണ്. ഡ്രീവ് ദ അറ്റൻഷൻ ടു. ഇതെങ്ങനെയാ? അപ്പൊ അങ്ങനെ ഓരോന്ന് വരുമ്പോഴും ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുമോ? പറ്റും. സ്ഥിരമായിട്ട് ആവർത്തിച്ചാൽ മതി. ഒന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ 10ാം ക്ലാസ്സിലെ ബുക്ക്, ഇപ്പൊ തുടക്കക്കാർ മാത്രം, കാണിച്ചാൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെ ബുക്ക് സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 10, 9 പുസ്തകങ്ങൾ വായിച്ചാൽ, ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചാൽ, നിങ്ങളോട് പേപ്പർ ഒന്നും ഞാൻ വായിക്കാൻ പറയുന്നില്ല. പേപ്പർ വായിക്കാൻ ഏറ്റവും ബെസ്റ്റ് അതിന്റെ സ്പോർട്സ് കോളം, അതുപോലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ വായിക്കുകയാണെങ്കിൽ ഗുണം. ഇനി അതല്ലാത്ത ആളുകൾ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വായിക്കുക. 9ഉം 10ലെയും പാഠപുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രിപ്പോസിഷൻ ഇതൊക്കെ തന്നെത്താൻ മനസ്സിലേക്ക് വരും. അതൊന്ന്, അല്ലെങ്കിൽ ഇത് സ്ഥിരമായി കണ്ട് പ്രാക്ടീസ് ചെയ്താലും മതി. ദ സ്പീക്കർ ഡ്രീവ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ഡാഷ് ദ ബേണിംഗ് ഇഷ്യൂ. അപ്പൊ ടു ആണ് വരിക. എവിടേക്കാണ് വരിക എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. ഇപ്പോ വരുന്നത് ചിലത് ഡ്രോ അറ്റൻഷൻ ടു എന്നാ പറയാ. എന്താ പറയാ? ഡ്രോ അറ്റൻഷൻ ടു എന്നാണ് പറയാ. അവിടെ കണ്ടോ, അവിടെ ടു ആണ് വരുന്നത്. ഡ്രോ അറ്റൻഷൻ ടു എന്നാണ് വരിക. ഡ്രോ അറ്റൻഷൻ ടു. അതുപോലെ തന്നെ പേ അറ്റൻഷൻ ടു എന്നാണ് വരിക. പേ അറ്റൻഷൻ ടു. അതേ സമയം ഫോക്കസ് അറ്റൻഷൻ ഓൺ എന്നാണ്. മെല്ലെ ശ്രദ്ധിച്ച് കേൾക്കൂ. ഡ്രോ അറ്റൻഷൻ ടു, പേ അറ്റൻഷൻ ടു. മറക്കണ്ട. ഒന്നും കൂടി. ഡ്രോ അറ്റൻഷൻ ടു, പേ അറ്റൻഷൻ ടു. ബട്ട് ഫോക്കസ് വന്നാൽ ഫോക്കസ് അറ്റൻഷൻ ഓൺ. Okay, but draw attention to, pay attention to, but focus attention on. Drawയും പേയും attention ആണെങ്കിൽ to, focus attention എന്താ വരിക? on എന്നാണ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊരു വലിയ പ്രയാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഡ്രോ അറ്റൻഷൻ ടു, പേ അറ്റൻഷൻ ടു, ബട്ട് ഫോക്കസ് അറ്റൻഷൻ ഓൺ എന്നാണ് വരിക. ഓക്കെ, നമുക്ക് ഇതിന് കുറച്ച് എക്സസൈസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോ ഡ്രോ അറ്റൻഷൻ ടു, പേ അറ്റൻഷൻ ടു, ഫോക്കസ് അറ്റൻഷൻ ഓൺ. ഒന്നും കൂടി ഞാൻ പറയുന്നു. ഡ്രോ അറ്റൻഷൻ ടു, പേ അറ്റൻഷൻ ടു, ഫോക്കസ് അറ്റൻഷൻ ഓൺ. ഓക്കെ, ബിക്കോസ് രാമു വാസ് ലേറ്റ്. രാമു വല്ലാതെ വഴിയിക്കുന്നു. ഹി ക്രെപ്റ്റ് ഇൻ ടു ദ കോൺഫറൻസ് റൂം ക്വയറ്റ്ലി. മുണ്ടാതെ വഴിയുന്ന ആള്. അപ്പൊ അതുകൊണ്ട് കോൺഫറൻസ് റൂമിലേക്ക് നേരത്തെ തന്നെ ആളാ. അതുകൊണ്ട് മെല്ലെ കോൺഫറൻസ് റൂമിലേക്ക് നുഴഞ്ഞു കയറി. ഇൻ ആൻ അറ്റംപ്റ്റ് ടു അവോയ്ഡ് ഡ്രോയിങ് അറ്റൻഷൻ ഡാഷ് ഹിംസെൽഫ്. എന്താ വരിക? അവിടെ നമുക്കറിയാം എന്താണ് വരിക. നമ്മൾ പഠിച്ചു. ഡ്രോ അറ്റൻഷൻ ടു എന്നാണ് ഇവിടെ ആൻസർ വരിക. എന്തുകൊണ്ടാ? ഡ്രോ അറ്റൻഷൻ ടു, പേ അറ്റൻഷൻ ടു, ഫോക്കസ് അറ്റൻഷൻ ഓൺ. അടുത്ത ചോദ്യം നോക്കാം. The recent riots have focused attention dash inner city poverty. അല്ലെ? അടുത്ത കാലത്തായിട്ട് ടൗണിൽ വലിയ കലാപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണം എന്താണ്? സിറ്റിയിൽ വലിയൊരു ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ the recent riots have focused attention മനസ്സിലൊന്നുണ്ടാവും. എന്താ വരുന്നത്? on. Once again, draw attention to, pay attention to, focus attention on. Pay attention to the warnings printed dash the label.
മനസ്സിൽ വന്നു അല്ലേ? വന്നില്ലേ? പക്ഷെ നിങ്ങൾ 2 എന്നല്ലേ എഴുതിയത്? തെറ്റാണ്. എന്തിനാ ഈ ചങ്ങാതി ഇങ്ങനെ പറ്റിക്കാൻ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അവിടെ പേ അറ്റൻഷൻ ടു വന്നു കഴിഞ്ഞു, പിന്നെ ഒരു 2 ആവശ്യമില്ല. പിന്നെ ദ ലേബൽ ആണ്. ദ ലേബൽ കണ്ടുവോ? ലേബലിന്റെ മുകളിൽ എവിടെയാ പ്രിന്റ് ചെയ്യാം? വാർണിംഗ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ അവിടെ എങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ ഓൺ, ഇൻ, അറ്റ് മനസ്സിലാക്കേണ്ടത്. അറ്റ് ഒരു പോയിന്റിലാണ്. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിലാണ്. എന്തെങ്കിലും കവറിന്റെ മുകളിലോ അല്ല വാളിന്റെ മുകളിൽ ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ അതൊരു പ്ലെയിൻ ആണ്. അപ്പൊ there is a clock on the wall. അതുപോലെ ഇത് പെട്ടി എന്ന് പെട്ടിയുടെ ഉള്ളിലാണെങ്കിൽ, പെട്ടിയുടെ ഉള്ളിലായിരുന്നു എങ്കിൽ നമ്മൾ ഇൻ എന്നാണ് പറയുക. ഒരു ബോൾ എന്ത് വിചാരിക്കുക? there is a ball in the box എന്നാ പറയുക. അതേസമയം ഈ പെട്ടിയുടെ മുകളിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക, അപ്പൊ അത് പ്ലെയിൻ ആയി മാറി. അപ്പൊ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഓൺ എന്നാണ് പറയുക. സോ ഇറ്റ് ഈസ് പ്രിന്റഡ് ഓൺ ദ ലേബൽ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, പേ അറ്റൻഷൻ ടു, ശ്രദ്ധയും വേണം. പേ അറ്റൻഷൻ ടു വന്നപ്പോ അവിടെ 2 ഓൾറെഡി വന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ഒരു 2 കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. അടുത്തത് അപ്പൊ ഡ്രോ അറ്റൻഷൻ ടു, പേ അറ്റൻഷൻ ടു, ഫോക്കസ് അറ്റൻഷൻ ഓൺ. ഫോക്കസ് വരുമ്പോ അറ്റൻഷൻ ഓൺ. ഐ പുട്ട് ദ മാറ്റ്, ഞാൻ ആ മാറ്റ് അവിടെ വച്ചിരിക്കുന്നത് ടു അവോയ്ഡ് ഡ്രോയിങ് അറ്റൻഷൻ, ശ്രദ്ധ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടു അവോയ്ഡ് ഡ്രോയിങ് അറ്റൻഷൻ ഡാഷ് ദ സ്റ്റേഷൻ ഓൺ ദ ഫ്ലോർ. പേടിക്കണ്ട, ഇപ്പൊ ഊഹിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. ഞാൻ അവിടെ ഒരു അപകടവും ചെയ്തു വെച്ചിട്ടില്ല. ഡ്രോയിങ് അറ്റൻഷൻ കറക്റ്റ്, നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് എനിക്കറിയാം. 2 ആണ്. ഇനി തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡ്രോ അറ്റൻഷൻ ടു, പേ അറ്റൻഷൻ ടു, ഫോക്കസ് അറ്റൻഷൻ ഓൺ. ഫോക്കസ് അറ്റൻഷൻ ഡാഷ് ദ ഫ്യൂച്ചർ. എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, ശ്രദ്ധിച്ചവർ മുഴുവൻ. എന്താണ്? ഓൺ. തകർത്തു, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫോക്കസ് അറ്റൻഷൻ ഓൺ ദ ഫ്യൂച്ചർ. ഡ്രോ അറ്റൻഷൻ ടു, പേ അറ്റൻഷൻ ടു, ഫോക്കസ് അറ്റൻഷൻ ഓൺ. പേ അറ്റൻഷൻ ഡാഷ് ദീസ് ഇൻസ്ട്രക്ഷൻസ്. യെസ്, കറക്റ്റ് ആയല്ലേ? 2 ആണ്. പേ അറ്റൻഷൻ ടു, ഡ്രോ അറ്റൻഷൻ ടു, ഫോക്കസ്, അവിടെ കാര്യം മാറി. ഫോക്കസ് അറ്റൻഷൻ ഓൺ. യെസ്, നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടി നോക്കാം. കുഡ് ഐ ഡ്രോ യുവർ അറ്റൻഷൻ ഡാഷ് ദ സ്റ്റാച്യു സ്റ്റാൻഡിങ് അറ്റ് ദ എൻട്രൻസ്. ആ എൻട്രൻസിൽ നിൽക്കുന്ന പ്രതിമയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ഡ്രോ യുവർ അറ്റൻഷൻ, കറക്റ്റ് അല്ലേ? മനസ്സിലേക്ക് വന്നു. എന്താവുന്നത്? 2 എന്ന് വന്നു. ഡ്രോ അറ്റൻഷൻ ടു. ഇവിടെ മാത്രമാണ് നമ്മളൊന്ന് കുഴക്കിയതല്ലേ? ശ്രദ്ധിച്ചാൽ മതി. പേ അറ്റൻഷൻ ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2ന്റെ ആവശ്യമില്ല. അവിടെ പേ അറ്റൻഷന്റെ ഭാഗമായ ഒരു 2ന്റെ ആവശ്യമില്ല. പിന്നെ എവിടെയാണോ 2 ആവശ്യം അവിടെ കൊടുത്താൽ മതി. ഇന്നും മോണ് മറ്റും ഞാൻ പറഞ്ഞു. എങ്ങനെയാ? ഒരു കാര്യം കൂടി ആലോചിച്ചോളൂ. അറ്റ് എന്ന് പറഞ്ഞ ഒരു ലൈനായിട്ട് നമ്മൾ സങ്കല്പിക്കുമ്പോഴാ. ഹീ സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്യൂ, ഒരു ലൈനാണ്. there is a clock on the wall, പ്ലെയിൻ ആണ്. എന്നാൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒന്നിന്റെ ഉള്ളിലാണെങ്കിലോ, ഏതിന്റെങ്കിലും ഉള്ളിലാണെങ്കിലോ, അപ്പൊ ഇൻ എന്നാണ് പറയുക. ഇപ്പൊ ഒരു ലൈൻ ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അറ്റ്, അതേസമയത്ത് ഒരു പ്ലെയിൻ ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഓൺ. എന്തിന്റെങ്കിലും ഉള്ളിൽ ഒരു സ്പേസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇൻ. സോ സിമ്പിൾ. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവട്ടെ, നമുക്ക് ഓൺ ദ വേ പരിഹരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, PSCക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ മാത്രം വർക്ക് ചെയ്ത് പോയാൽ മതി. നമ്മളെല്ലാതും, പക്ഷെ നിങ്ങൾ ഇതെടുത്തത് നോട്ടായിട്ട് എഴുതി വെക്കണം. ഗൗരവമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനൊപ്പം പോന്നാൽ മതി. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ് ഗ്രാമർ ഇതൊക്കെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു പങ്ക്തിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് ക്ലിയർ ആയി അല്ലെ? ഇപ്പൊ ഡ്രോ അറ്റൻഷൻ ടു അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ ഒന്നും കൂടിയും പറയാം. ഇവിടെ എന്താ പറയണത്? ഡ്രോയിങ് അറ്റൻഷൻ ടു. എന്താ വരിക? ഡ്രോയിങ് അറ്റൻഷൻ ടു. അതുപോലെ തന്നെ ഇവിടെ എന്താ വരിക എന്ന് വായിച്ചു നോക്കൂ, മനസ്സിലേക്ക് വായിച്ചോളൂ കേട്ടോ. ഞാൻ പറയണില്ലേ, അവിടെയും എന്തെന്നെയാ വന്നിട്ടുള്ളത്? ഡ്രോയിങ് അറ്റൻഷൻ ടു. കണ്ടോ? ഇതിനിടയിലൊക്കെ ചില സംഭവം വരും. ഡ്രോ അറ്റൻഷൻ ടു. ചിലപ്പോൾ അതിന്റെ ഇടയിലൊക്കെ ഒരാൾ വന്നു വരും. അപ്പോഴും നിങ്ങൾ ആ ഡ്രോ അറ്റൻഷൻ ടു, ഡ്രോ
അറ്റൻഷൻ ടു. കണ്ടോ അവിടെ യുവർ വന്നിട്ടുണ്ട് അതിനിടയിൽ, ഒന്നും നോക്കണ്ട. ഇവിടെ നേരെ വന്നിട്ടുണ്ട് പേ അറ്റൻഷൻ ടു. ഇനിയിപ്പോ ഇത് ING വന്നാലും കുഴപ്പമൊന്നുമില്ല. പേയിങ് അറ്റൻഷൻ ടു. കണ്ടോ പേ അറ്റൻഷൻ ടു. ബട്ട് ഫോക്കസ് അറ്റൻഷൻ ഓൺ. കണ്ടോ എന്താവുന്നത് ഫോക്കസ് അറ്റൻഷൻ ഓൺ. സോ നമ്മൾ ക്ലിയർ ആയി. എന്താ ക്ലിയർ ആയത് പറയൂ, എന്താണ്? ഡ്രോ അറ്റൻഷൻ ടു. ഡ്രോ അറ്റൻഷൻ ടു. അതുപോലെ തന്നെ പേ അറ്റൻഷൻ ടു. അതേസമയം ഫോക്കസ് അറ്റൻഷൻ ഓൺ. അപ്പൊ നിങ്ങളുടെ സ്റ്റഡിയില് പേ ഫോക്കസ് ഫോക്കസ് അറ്റൻഷൻ ഓൺ യുവർ സ്റ്റഡി. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പല തരത്തിലുള്ള നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ തോന്നും. ഡോൺ വറി, ഇത് സാധ്യമാണ്. ഞാൻ എന്റെ ഇത്രയും കാലത്തെ 25 വർഷത്തെ പരിചയം കൊണ്ടാണ് പറയുന്നത്. ഞാനും ക്രാക്ക് ചെയ്തിട്ടുണ്ട് PSC, 18ഓളം PSC ക്രാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറെ കാലം മുന്നേ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എന്റെ ഒരുപാട് കുട്ടികൾ ജോലിയിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് സിമ്പിൾ. പക്ഷേ വലിയ ബുദ്ധിമാന്മാർക്കുള്ളതൊന്നുമല്ല, നമ്മളെ പോലുള്ള സാധാരണക്കാർക്കാണ്. നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായും വളരെ വേഗം നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും നല്ല ബേസും ഉണ്ടെങ്കിൽ വളരെ വേഗം കിട്ടും. ഇനി കുറച്ച് പറയിലാണോ, നിങ്ങൾ പേടിക്കണ്ട. നന്നായിട്ട് നല്ല ശ്രമം നടത്തുന്നവർ പലരും ആരാണ്? സാധാരണക്കാരാണ്. സാധാരണക്കാരായ വീട്ടമ്മമാര്, ജീവിതത്തിൽ പ്രാരാബ്ധമുള്ള കുട്ടികളൊക്കെയാണ് ഇപ്പോ PSC മേടിച്ചെടുക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് എഫർട്ട് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്കൊരു സങ്കല്പമുണ്ടെങ്കിൽ, ജീവിതം വിജയിക്കാനുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ PSC നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ആത്മവിശ്വാസം മാത്രം മതി. പിന്നെ വേർപ്പിന്റെ അസുഖം ഉണ്ടാവരുത്, പണിയെടുക്കാനുള്ള ഒരു താല്പര്യം വേണം. ഓക്കെ, സമയമില്ല എന്നൊക്കെ പറഞ്ഞാൽ സമയമൊക്കെ തന്നെത്താൻ വരും. നിങ്ങൾക്ക് പറ്റാവുന്ന സമയം നിങ്ങൾ പഠിക്കൂ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗത്തേക്ക് പോകും. യെസ്, അടുത്തത്. The train started after we dash for about an hour. The train started after we dash for about an hour. അവിടെ ഹാഡ് പ്ലേ ഉണ്ട്, ഹാഡ് പ്ലേഡ് വന്നിട്ടുണ്ട്, ഹാവ് ബീൻ പ്ലേഡ് വന്നിട്ടുണ്ട്, വേർ പ്ലേയിങ് വന്നിട്ടുണ്ട്, ഹാവ് ബീൻ പ്ലേയിങ് വന്നിട്ടുണ്ട്. ഒന്ന് ചെയ്തു നോക്കൂ, ചെയ്തു നോക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരിചയപ്പെടണം, എന്നിട്ടേ ചെയ്തു നോക്കാൻ പാടുള്ളൂ. ഒരു അറ്റംപ്റ്റ് നമ്മുടെ ഭാഗം നടത്താം. നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യണ്ടേ, ഒരു അറ്റംപ്റ്റ്. അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് പരിചയമാവും. ഓക്കെ, ഇനിയും സമയമുള്ളവർ വേണമെന്നുള്ളൊരു വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കയറുക. കിട്ടിക്കഴിഞ്ഞാലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. എന്താണ് ഇവിടെ ആൻസർ? ഇവിടുത്തെ ആൻസർ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് പോയി ഈ ചോദ്യത്തിലേക്ക് തിരിച്ചെത്താം. ഹാഡ് പ്ലേഡ് എന്നാണ് ഇവിടുത്തെ ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഈ സംഭവം എന്നുള്ളത്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റുമാണ്. എന്താണ്? സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റുമാണ്. കേട്ടിട്ടുണ്ടോ? ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും എന്ന് പറയുന്നത് ടെൻസ് ആണ്. വെർബിന് ഒരുപാട് ടെൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. വെർബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആണ്, ആക്ഷൻ വേർഡ്. ഞാൻ ഇതിന് മുന്നേ ഉള്ളതൊന്നിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇല്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. അവിടെ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ആണ്. ഈ വെർബിന്റെ ടെൻസ് എങ്ങനെ ഉണ്ടാക്കുക? വെർബിന് 5 ഫോം ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? വെർബിന് എത്ര ഫോം ഉണ്ട്? 5 ഫോം. ഒന്ന് V1, ഒന്ന് V2, ഒന്ന് V3, ഒന്ന് S ഫോം, ഒന്ന് ING ഫോം. അങ്ങനെ 5 ഫോമാണുള്ളത് മെയിൻ വെർബുകൾ. ബി പോലുള്ള വെർബുകൾക്ക് ഇതിൽ കൂടുതൽ ഫോം ഉണ്ട്. വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ V1 ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് സ്പീക്ക് V1 ആണ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. സെക്കൻഡ് ഫോം ഓഫ് ദ വെർബാണ് സ്പോക്ക്, അതാണ് V2 എന്ന് ഞാൻ പറയുന്നത്, പലരും പറയുന്നത്. ഇതിന് വേറെയും പറയാറുണ്ട്. നമുക്കിപ്പോ ഇവിടെ V1 ഉം V2 ഉം പറയാം. V3 എന്ന് പറഞ്ഞാൽ സ്പോക്കൺ, ഇതാണ് മൂന്നാമത്തെ ഫോം. S ഫോം എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഫോമിന്റെ ഒപ്പം ഒരു S ചേർത്ത് വെക്കുക, സ്പീക്സ്. ING ഫോം എന്ന് പറഞ്ഞാൽ ആ സ്പീക്കിനൊപ്പം ഒരു ING ചേർത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ.
ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക അത് ആദ്യം പഠിച്ചോളൂ. സിമ്പിൾ പാസ്റ്റ് ഉണ്ടാക്കുക വെർബിനൊപ്പം V1 മാത്രം, വേറെ ആരുമില്ല. സോറി, ആണോ? തെറ്റ്, അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ഉണ്ടാക്കാനാണ് V1. സിമ്പിൾ പാസ്റ്റ് ഉണ്ടാക്കാൻ സ്പോക്ക് എന്നാണ് സെക്കൻഡ് ഫോം. സ്പോക്കൺ അല്ലേ സെക്കൻഡ് ഫോം. എല്ലാതും ഇങ്ങനെയല്ല, എല്ലാതും വളരെ എളുപ്പമാണ്. ഇപ്പോ നമുക്ക് ലേൺ എടുക്കുക. ലേൺ സെക്കൻഡ് ഫോം ഉണ്ടാക്കാൻ എളുപ്പമാണ്, ലേൺഡ്. ഒരു ED ചേർത്ത് കൊടുത്താൽ മതി പലപ്പോഴും. തേർഡ് ഫോമും ലേൺഡ് എന്നാണ്. അപ്പൊ പാസ് എടുത്തു നോക്കൂ. പാസ് ഒരു ED ഫോം ചേർത്താൽ പാസ്ഡ് ആയി. വീണ്ടും ഒരു ED ഫോം ചേർത്ത് കൊടുത്താൽ പാസ്ഡ് ആയി. അപ്പൊ പലയിടത്തും വെർബിന്റെ സെക്കൻഡും തേർഡും ഒരുപോലെയാണ്. ഇനി വെർബിന്റെ ഫസ്റ്റും സെക്കൻഡും ഒരുപോലെയുള്ള വാക്കുകൾ ഇതാ, പുട്ട് പുട്ട് പുട്ട്, കട്ട് കട്ട് കട്ട്, അങ്ങനെയും വരാം. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പരിചയവും, നമ്മൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് പരിചയവും. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റിന്റെ ഫോം എന്താണ്? V1 അല്ല, അത് V2 ആണ്. സിമ്പിൾ പാസ്റ്റിന്റെ ഫോം ഏതാണ്? V2 ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാനോ അതിൽ ഒരാളും കൂടി ചേർക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് അങ്ങനെ വെറും വെർബ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹാസ്, ഹാവ്, ഹാഡ്, വാസ്, വേർ, ഈസ്, ആം, ഷാൾ, വില്ല്, ഷുഡ്, വുഡ്, മേ, അങ്ങനെ പോവും. അതിനെ ഓക്സിലറി വെർബ് അഥവാ ഹെൽപ്പിംഗ് വെർബ് എന്നാ പറയാ. ആ ഹെൽപ്പിംഗ് വെർബിനോട് V3 ഫോം ചേർത്താൽ വെർബിന്റെ തേർഡ് ഫോം. അവിടെ ഐ സ്പോക്ക് എന്നാണ്, V2 ഫോം മാത്രമാണ്. അതേസമയം പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാൻ ഹാഡിനോട് V3 ഫോം ആണ് ചേർക്കേണ്ടത്, ഐ ഹാഡ് സ്പോക്കൻ. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ഉണ്ടാക്കാൻ V2 ഫോം അല്ലെ? V2 ഫോം എന്ന് പറഞ്ഞാലോ വളരെ സിമ്പിൾ. ഐ വർക്ക്ഡ്, വർക്ക് ഫസ്റ്റ് ഫോം, വർക്ക്ഡ് സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്താ? അതും വർക്ക്ഡ് ആണ്. ചിലയിടത്ത് സെക്കൻഡും തേർഡും, ഈ ED വരുന്നിടത്ത് അധികവും സെക്കൻഡും തേർഡും ഒരുപോലെ ആയിരിക്കും. അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാനോ ഹാഡ് വർക്ക്ഡ്, ഹാഡ് പ്ലസ് V3. സോ അതൊന്ന് ഉറപ്പിക്കാട്ടോ മനസ്സിൽ. നമുക്ക് വരാം, ഇതിന്റെ കൺസെപ്റ്റിലേക്ക് വരാം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ V2 ഫോം, ഒരാളും ഒപ്പം വേണ്ട. ഈസ് വേണ്ട, ആമ് വേണ്ട, വാസ് വേണ്ട, ഒരു വേണ്ട. ആക്റ്റീവ് വോയിസിലാണ് ഞാൻ ഈ പറയുന്നത്. പാസീവ് വോയിസിനെ പഠിക്കാൻ നമുക്ക് ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കും. ആക്റ്റീവ് വോയിസ്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താ സംശയമുള്ളവർക്ക് ആ ചോദ്യം വരുമ്പോൾ നമുക്ക് പറയാം. ഇപ്പൊ തൽക്കാലം ആക്റ്റീവ് വോയിസിൽ നിങ്ങൾ മനസ്സിലാക്കുക, സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും V2, വേറൊന്നുമില്ല. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡിനോട് V3 ചേർക്കും. ഇപ്പൊ റൈറ്റ് എന്നുള്ള വെർബ് എടുക്കുക. റൈറ്റ്, അതിന്റെ ഫസ്റ്റ് ഫോം റൈറ്റ് ആണ്, സെക്കൻഡ് ഫോം റോട്ട് ആണ്, തേർഡ് ഫോം റിട്ടൺ ആണ്. അപ്പൊ അതിന്റെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ റോട്ട്. കണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഈസോ, ആമോ, ആറോ, മേയോ, മൈറ്റോ ആരെങ്കിലും വന്നോ? ഇല്ല, ഐ റോട്ട്, വെറും റോട്ട് മാത്രം. പക്ഷെ അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാൻ ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഹാഡ് റിട്ടൺ, ഐ ഹാഡ് റിട്ടൺ. അവിടെ ഒരു ഹാഡ് വേണം, പിന്നെ V3 ഫോം ഓഫ് ദ വെർബ് വേണം. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് V2 ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ്. നമ്മൾ എന്തിനാണ് ഈ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്? ഒരു ഉപയോഗം പറയാം, ഒരു ഉപയോഗം മാത്രം പഠിച്ചോളൂ. ഓരോന്നായിട്ട് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ പഠിക്കാം. പക്ഷെ പഠിച്ചത് മറക്കരുതേ, ഓർമ്മയിൽ കേട്ടോളൂ. പഴയ കാലത്ത് നടന്ന, കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷൻ പറയാം. കഴിഞ്ഞ കാലത്ത് കംപ്ലീറ്റ് ആയി, ഇനി അത് ബാലൻസ് ഇല്ല കേട്ടോ, കംപ്ലീറ്റ് ആയി. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ അവനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയല്ല, കഴിഞ്ഞു, ആ കാര്യം കഴിഞ്ഞു. മീറ്റ് എന്നാണ് അവിടുത്തെ വെർബ്. അതിന്റെ V1 ഫോം ആണ് മീറ്റ്, V2 ഫോം ആണ് മെറ്റ്, V3യും മെറ്റാണ്, V3യും മെറ്റാണ്. കണ്ടോ? ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഈ സിമ്പിൾ പാസ്റ്റ് തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. ഭൂതകാലത്തെ പാസ്റ്റ് ടൈമിനെ റെഫർ ചെയ്യുന്ന ഒരു വാക്കുണ്ടാവും ഇവിടെ. ഇവിടെ യെസ്റ്റർഡേ പാസ്റ്റ് ടൈമിനെ റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, ലാസ്റ്റ് ഇയർ പാസ്റ്റ് ടൈമിനെ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് V2 ഫോം ആണ് ഉപയോഗിക്കുക. ഏതിന്റെ V2 ഫോം ആണിത്? ഗോ എന്ന വാക്കിന്റെ V2 ഫോം ആണ് ഗോ. V2 ഫോം വെന്റ് ആണ്, V3 ഗോൺ ആണ്. അപ്പൊ അവിടെ വി വെന്റ് ടു ലണ്ടൻ ലാസ്റ്റ് ഇയർ. റെയിൻ, മഴ പെയ്യ, മഴ എന്ന് മാത്രമല്ല റെയിൻ അർത്ഥം, മഴ പെയ്യ എന്നുള്ളതും റെയിൻ ആണ്. നൗണും വെർബും ഒന്ന് തന്നെ അവിടെ. നൗൺ റെയിൻ, മഴ.
റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാന്ന് ഓർത്തുണ്ട്. അപ്പൊ റെയിൻ ഉണ്ട്, V2 ഫോം ആണ്. യെസ്റ്റർഡേ അവിടെയും പാസ്റ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒന്ന് വന്നു, ഒന്നില്ലെങ്കിൽ കൊല്ലം വരും, 1987 അങ്ങനെ വരാം. ഓക്കെ, അപ്പൊ അതൊരു പാസ്റ്റ് ആണ്. പാസ്റ്റിനെ കാണിക്കുന്ന ഇയറോ അല്ലെങ്കിൽ യെസ്റ്റർഡേന്നോ ലാസ്റ്റ് ഇയർന്നോ അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ് എന്നോ ഒരു കീവേഡ് ഉണ്ടായിരിക്കും. പാസ്റ്റിനെ കാണിക്കുന്ന ഒരു കീവേഡ് അവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ സബ്ജക്റ്റ് പറയുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബിനെ V2 ഫോം പറയുക. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. അപ്പൊ സിമ്പിൾ പാസ്റ്റ് പഠിച്ചു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താണ് സിമ്പിൾ പാസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മറ്റു കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കണം. നോക്കൂ, നിങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോകണം, ട്രെയിന് കയറാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പൊ ദ ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ. എത്ര മണിക്കാ ട്രെയിന് പോയത്? 7 മണിക്കാ. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലീവ് എന്നുള്ള വാക്കാ. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ് കണ്ടോ? ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. ഇവിടെ 7 മണിക്ക്. ഇപ്പോ സമയം 11 മണിയാണ് വിചാരിച്ചോളൂ. 11 മണിയാണ് ഇപ്പോ. 11 AM, പ്രസന്റ് ഇപ്പൊ 11 AM ആണെന്ന് വിചാരിച്ചോളൂ. 7 മണിക്ക് ട്രെയിൻ പോയി. തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റില് കഴിഞ്ഞൊരു കാര്യമല്ലേ, 7 AM കഴിഞ്ഞിട്ടുണ്ട്. സമയം പറഞ്ഞിട്ടുണ്ട് അവിടെ 7 AM ആണെന്ന്. അപ്പൊ ലെഫ്റ്റ്, ലീവ് അല്ല പറയാ, വെർബിന്റെ സെക്കൻഡ് ഫോം. ഓക്കെ, ഇതൊരു ആക്ഷൻ ആണ്, ഇതൊരു ഇവന്റ് ആണ്. ഒരു ഇവന്റ് ഇവിടെ നടന്നു. എന്താണ്? ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ഒരു സംഭവം നടന്നു. 9 മണിക്ക് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റീച്ച്ഡ് കണ്ടോ? റീച്ച്ഡ് സെക്കൻഡ് ഫോം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം 9 മണിയാണ്, ഇപ്പൊ 11 മണിയായി. പാസ്റ്റിലാണ് നടന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കപ്പോഴേക്കും ട്രെയിൻ പോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ എങ്ങനെയാ ചെയ്യുക? ഇവിടെ ചെയ്യാൻ ചെവിക്കിന് വേണ്ടി അവിടെ എന്താ വ്യത്യാസം നോക്കിയോ നിങ്ങൾ? ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളൊന്ന് നോക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെറിയ വ്യത്യാസം ഈ വാചകത്തിലുണ്ട്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തു എന്ന് മാത്രമല്ല, ആ വെർബിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ബോൾഡായിട്ട് എഴുതിയത്. ഏതാ മാറ്റം വന്നത്? മാറ്റം വന്നത് നമുക്കറിയാം. ഈ ലെഫ്റ്റ് എന്നുള്ളത് ഹാഡ് ലെഫ്റ്റ് ആയി മാറി. എന്തേ മാറ്റം വരാൻ കാരണം? ഇപ്പോ സിമ്പിൾ പാസ്റ്റ് എന്ന് പോയല്ലോ. ഇതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഹാഡ് പ്ലസ് V3, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. എന്തിനാണ് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയത്? ആ രണ്ട് ടൈമും നോക്കൂ. ഇതിൽ ആദ്യം സംഭവിച്ചത് ഏതാ? രണ്ടും പാസ്റ്റിലാണ് സംഭവിച്ചത്. ട്രെയിൻ പോയതും പാസ്റ്റിലാണ്, കാരണം ഇപ്പൊ 11 മണിയാണ്. അതുപോലെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും പാസ്റ്റിലാണ്, കംപ്ലീറ്റഡ് ആക്ഷനാണ്. രണ്ടും രണ്ട് സെന്റൻസ് ആയിട്ട് വെവ്വേറെ എഴുതിയപ്പോ സിമ്പിൾ പാസ്റ്റിലാണ് എഴുതിയത്. പക്ഷെ രണ്ടിനെയും കൂട്ടിച്ചേർത്തപ്പോ അവിടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ട്രെയിൻ പോയി കഴിഞ്ഞതിന് ശേഷം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ആ വെൻ ചേർത്തത്. വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ എന്നുണ്ട്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആട്ടോ. നീ ഇത് ടൈമിനെ കാണിക്കുന്ന ഒരു രേഖയെന്ന് വിചാരിച്ചോളൂ. അതിൽ പ്രസന്റ് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇവിടെ രണ്ട് ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇത് 11 മണി. ഇതാണ് 11 മണി, 11 AM. ഇത് 9 AM ആണെന്ന് വിചാരിച്ചോളൂ. ഇത് 7 AM ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നിങ്ങൾ ടൈമിനെ കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചല്ലോ. ഏതൊക്കെയാ പറഞ്ഞത്? ഒന്നും കൂടി ഞാൻ പറയാം, മറക്കണ്ട. ഇത് എത്ര മണി? ഇത് 7 മണി, ഇത് 9 മണി, ഇത് 11 മണി. ഇപ്പൊ പ്രസന്റ് 11 മണിയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ 7 മണിക്കും 9 മണിക്കും രണ്ട് ആക്ഷൻ നടന്നിട്ടുണ്ട് അല്ലെ? അത് ആക്ഷൻ 1 ആണ്. ഫസ്റ്റത്തെ ആക്ഷൻ ഏതായിരുന്നു? 7 മണിക്ക് ട്രെയിൻ പോയി. സെക്കൻഡ് ആക്ഷൻ എന്തായിരുന്നു? അത് നിങ്ങൾ എത്തി. അപ്പൊ ഇതിൽ ആദ്യത്തെ ആക്ഷൻ ഒന്നാമത്തെ ആക്ഷൻ ആണ്, 7 മണിക്ക് ട്രെയിൻ പോയതാണ്. അങ്ങനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുമ്പോ നിങ്ങൾ ആദ്യത്തെ ആക്ഷനെ
ഹാഡ് പ്ലസ് V3 അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിട്ട് കാണിക്കണം. ക്ലിയർ? അതായത് രണ്ട് ഇവന്റ് പാസ്റ്റിൽ നടന്നു എന്ന് വിചാരിക്കുക. അതിൽ ഏറ്റവും ആദ്യം നടന്ന ഇവന്റിനെ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ച് ചെയ്യണം. ഇപ്പൊ സാധാരണ കോമൺ ഇംഗ്ലീഷിൽ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഗ്രാമറിൽ ഇത് നിർബന്ധമാണ്. നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞോണ്ട് വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ലെഫ്റ്റ്, നോ പ്രോബ്ലം, ആർഭാടൊന്നും വേണ്ട സാധാരണ സംസാരിക്കുമ്പോൾ. പക്ഷെ നിങ്ങൾ ഗ്രാമറിൽ PSC എഴുതുമ്പോ വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് തന്നെ എഴുതണം. അവിടെ ഗ്രാമർ ശ്രദ്ധിക്കണം, ഗ്രാമറിലാണ് അവിടെ കളി. അപ്പൊ ഹാഡ് പ്ലസ് V3 ഫോം ആണ് അവിടെ വരുന്നത് ആദ്യം നടന്ന സംഭവത്തിന്. രണ്ടാമത് നടന്ന സംഭവത്തിന് വെറും V2 മതി. സോ സിമ്പിൾ, എത്ര എളുപ്പം. ഇപ്പൊ പാസ്റ്റിൽ രണ്ട് ആക്ഷൻ ഉണ്ടാവുക, അതിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ ആദ്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുക. പാസ്റ്റിൽ തന്നെ രണ്ടാമത്തെ ആക്ഷനെ V2 ഫോമും ഉപയോഗിക്കും. ഓക്കെ, അതുകൊണ്ട് ഇത് രണ്ടാമത് നടന്നതാണ്, ഇതിന് V2 ഫോം. ഇത് ആദ്യം നടന്നതാണ് ട്രെയിനിന്റെ കാര്യത്തില്, അതുകൊണ്ട് ഹാഡ് പ്ലസ് V3. ക്ലിയർ ആയി? ഓക്കെ, ഇനി നമുക്ക് മുന്നത്തെ പ്രോബ്ലത്തിലേക്ക് ഒന്ന് പോയി നോക്കുക. മുന്നത്തെ ചോദ്യം എന്തായിരുന്നു? അതിലേക്കൊന്ന് പോയി നോക്കുക അല്ലേ? The train started after we dash for about an hour. എന്താ വരുന്നത്? ഇതിന് ആദ്യം നടന്നത് രണ്ടും പാസ്റ്റിലാണ് നടന്നത്. എങ്ങനെ മനസ്സിലായത്? അത് നമുക്കറിയാലോ, ഇവിടെ സ്റ്റാർട്ടർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ശേഷം. എന്തിനു ശേഷം? ഞങ്ങൾ കളിച്ചതിന് ശേഷം. ആഫ്റ്റർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശേഷമാണ്. അപ്പൊ ഒന്നാദ്യം പാസ്റ്റിൽ നടന്നു, നമുക്ക് ഇവിടെ സ്റ്റാർട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നടക്കുന്നതാവട്ടെ അതിന് ശേഷമാണ്, അപ്പൊ അതും പാസ്റ്റിലാണ്. അപ്പൊ ഇവിടെ ആദ്യം നടന്ന ഏതാണ്? ഇത് ബിഫോറും ഇത് ആഫ്റ്ററും ആണ്. അപ്പൊ ഫസ്റ്റിൽ നടന്നത് ഇതാണ്. അപ്പൊ പാസ്റ്റിൽ രണ്ട് ആക്ഷൻ നടന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല. പാസ്റ്റിൽ രണ്ട് ആക്ഷൻ നടന്നാൽ ആദ്യത്തെ ആക്ഷനെ ഹാഡ് പ്ലസ് V3 ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കണം. ഇതാണ് ആദ്യത്തെ ആക്ഷൻ. അപ്പൊ ഇവിടെ ഹാഡ് പ്ലസ് V3, ഇത് ഹാവ് ബീൻ പ്ലസ് V3 ആണ്. ഇത് വേർ പ്ലസ് ING ഫോം ആണ്. ഇത് ഹാവ് ബീൻ പ്ലസ് ING ഫോം ആണ്. നമുക്ക് ഹാഡ് പ്ലസ് V3 ആ വേണ്ടത്, അതുകൊണ്ട് ഹാഡ് പ്ലേഡ്. സോ സിമ്പിൾ. അപ്പൊ പാസ്റ്റിൽ രണ്ട് ആക്ഷൻ നടന്നാൽ നമുക്ക് മനസ്സിലായി, ആദ്യത്തേതിനെ നമ്മൾ ഹാഡ് പ്ലസ് V3യിലും രണ്ടാമത്തേതിനെ V2യിലും ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, കഴിഞ്ഞു. വെൻ ഹി വേക്ക് അപ്പ് അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, അവിടെ കറക്റ്റ് ഫോം ഉപയോഗിക്കണം. ഹിസ് മദർ ആൾറെഡി പ്രിപ്പയർ, അതിന്റെയും കറക്റ്റ് ഫോം ഉപയോഗിക്കണം. ബ്രേക്ക്ഫാസ്റ്റ്, അവള് നീറ്റപ്പയ്ക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു അല്ലെ? അമ്മ എല്ലാം പറയാം നമുക്കത്, അതൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ വെൻ ഹി വേക്ക് അപ്പ് ഹിസ് മദർ ആൾറെഡി പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. എന്ത് ഫോമാ ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ ആണ്. ഇതിൽ ആദ്യം നടന്ന ഏതാ? അമ്മ ഭക്ഷണം ഉണ്ടാക്കി, അതുകൊണ്ട് ഫസ്റ്റ് ആക്ഷൻ ഇതാണ്, സെക്കൻഡ് ആക്ഷൻ ഇതാണ്. രണ്ട് ഇവന്റും പാസ്റ്റിലാണ്. രണ്ട് ഇവന്റും പാസ്റ്റിലായിരിക്കണേ. രണ്ട് ഇവന്റും പാസ്റ്റിലാണെങ്കിൽ ഫസ്റ്റ് ഇവന്റ് ഹാഡ് പ്ലസ് V3 ആണ്. അപ്പൊ എന്താ വരിക? ഇത് വരിക ഹാഡ് ആൾറെഡി പ്രിപ്പയർഡ്. ഹാഡ് പ്രിപ്പയർഡ് എന്ന് പറയുന്നത് ആൾറെഡി നടുവിലിട്ടാൽ മതി എപ്പോഴും. ഹാഡ് ആൾറെഡി പ്രിപ്പയർഡ്. പ്രിപ്പയർ എന്നുള്ള വാക്കിന്റെ V3 ഫോമും പ്രിപ്പയർഡ് ആണ്. പ്രിപ്പയർ ഫസ്റ്റ് ഫോം. അടുത്തത് ഏതാണ്? പ്രിപ്പയർഡ്. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും പ്രിപ്പയർഡ് ആണ്. സെക്കൻഡും തേർഡ് ഫോമും പ്രിപ്പയർഡ് ആണ്. അപ്പൊ ഇവിടെ V3 വന്നു, ഹാഡും വന്നു. ഇനി ഇവിടെ ഫസ്റ്റ് ഫോം, ഇവിടെ രണ്ടാമത്തതാണ്. രണ്ടാമത്തത് V2ല് മതി. വെയ്ക്ക്, വോക്ക്. വെയ്ക്കിന്റെ സെക്കൻഡ് ഫോം എന്താണ്? വോക്ക് ആണ്. സോ വെൻ ഹി വോക്ക് അപ്പ് ഹിസ് മദർ ഹാഡ് ആൾറെഡി പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. വെരി ഗുഡ്, ക്ലിയർ ആയി നിങ്ങൾ? അടുത്തത് വന്നതാ, PSCക്ക് വന്നതാ. വെൻ ഷി റീച്ച്ഡ് ദ തിയേറ്റർ ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്. ദിസ് സെന്റൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ടെൻസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇതിന്റെ വെർബ് ഏതാന്ന് കണ്ടെത്തണം. വെർബ് ഏതാന്ന് കണ്ടെത്തിയാലാണ് ടെൻസ് എന്താന്ന് മനസ്സിലാക്കുള്ളൂ. ആക്ഷൻ വേർഡ് ആണ് വെർബ്. ഇവിടെ തിയേറ്റർ, ഷീ, ഇതൊക്കെ എന്താണ്? നൗൺ ആണ്. റീച്ച്ഡ് ആണ് അവിടെ വെർബ് അല്ലെ, എത്തി. രണ്ടാമത്തേല് സ്റ്റാർട്ടഡ് ആണ്, ഹാഡ് സ്റ്റാർട്ടഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കറിയാം
ഇത് ഏതാ ഫോം? റീച്ച് റീച്ച്ഡ് V2 ഫോം ആണ്. ഇത് ഏതാ ഫോം? ഹാഡ് പ്ലസ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ V3 ഫോം ആണ്. സ്റ്റാർട്ട് സെക്കൻഡ് ഫോം സ്റ്റാർട്ടഡ് ആണ്, തേർഡ് ഫോമും സ്റ്റാർട്ടഡ് ആണ്. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇത് ഏതാ? സിമ്പിൾ പാസ്റ്റ് ആണ്, പക്ഷെ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് എന്നാണ് കാണിക്കുന്നത്. പറ്റില്ല. ഇവിടെ പിന്നെ ആദ്യം തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് അതും പറ്റില്ല. പക്ഷെ മറ്റോടത്ത് കറക്റ്റാ. സിമ്പിൾ പാസ്റ്റ് ആദ്യം വന്നു, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു. സോ സിമ്പിൾ പാസ്റ്റിന്റെ ഫോം V2, പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം ഹാഡ് പ്ലസ് V3. സോ സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസിയാണ് PSC എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രയാസമല്ല. ഇംഗ്ലീഷൊക്കെ വളരെ പെട്ടെന്ന് മാർക്ക് മേടിക്കാൻ പറ്റും. ഇതന്നെ മാർക്ക് കിട്ടാൻ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതന്നെ മാർക്ക് മേടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും പാസ്റ്റിലാണോ നോക്കുക, എന്നിട്ട് ആദ്യം നടന്നതിന് ഹാഡ് പ്ലസ് V3, രണ്ടാമത് നടന്നതിന് എന്ത്? V2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. അവിടെ ഇഫ് ക്ലോസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് അടുത്ത ക്ലാസ് ഇഫ് ക്ലോസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഇവിടെ ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ. വുഡ് ഹാവ് ആണ് ഇവിടെ. HAVE LIAVE അല്ല, വുഡ് ഹാവ് ആണ്. ഞാനൊന്ന് തിരുത്തി തരാം. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ആ ഭാഗം ഒന്ന് വേണമെങ്കിൽ നോക്കി പോന്നോളൂ. ഓക്കെ, വുഡ് ഹാവ് ആണ്. അപ്പൊ ഓക്കെ,